വിശദമായി നോക്കാം. ലഹരി കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് ജാമ്യം. സ്റ്റേഷൻ ജാമ്യത്തിലാണ് നടനെ വിട്ടയച്ചത്. ഗൂഢാലോചന അടക്കം ചുമത്തിയാണ് ഷൈനെതിരെ കേസെടുത്തത്. ഷൈൻ ഹോട്ടലിൽ മുറിയെടുത്തത് സുഹൃത്തുക്കൾക്കൊപ്പം ലഹരി ഉപയോഗിക്കാനെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. കേസിൽ നടന്റെ സുഹൃത്ത് അഹമ്മദ് മുർഷിദിനെ രണ്ടാം പ്രതിയാക്കി. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുകയാണ്. ഡാനി, ഒരു പകൽ മുഴുവൻ നീണ്ട ചോദ്യം ചെയ്യൽ, അതിൽ നിന്ന് സുപ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ ഒരു പരിധിവരെ നേടിയെടുക്കാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കേസിന്റെ തുടർ നടപടികൾ ഏത് തരത്തിലായിരിക്കും? ഇപ്പോൾ ജാമ്യത്തിൽ വിട്ടിട്ടുണ്ടല്ലോ ഷൈനെ. എഫ്ഐആറിന്റെ വിശദാംശങ്ങൾ കൂടി. ഇതിലേറ്റവും പ്രധാനം തിങ്കളാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഷൈനോട് വീണ്ടും ഹാജരാകണം. അതായത് ഈ കേസിൽ ഇപ്പോൾ ജാമ്യം അനുവദിച്ച സ്റ്റേഷൻ ജാമ്യം അനുവദിച്ചുകൊണ്ട് ഷൈൻ പുറത്തേക്ക് വന്നിരിക്കുന്നു. പക്ഷേ തിങ്കളാഴ്ച രാവിലെ വീണ്ടും ഹാജരാകാനാണ് ഷൈനിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. രേഖാമൂലം തന്നെ ഷൈനോട് അത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഈ കേസിലെ നടപടിക്രമങ്ങൾ അവസാനിക്കുന്നില്ല എന്നതാണ്. രണ്ടാം പ്രതിയോടും ഹാജരാകാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസിൽ രണ്ട് പ്രതികളാണുള്ളത്. ഒന്നാം പ്രതി ഷൈൻ ടോം ചാക്കോയാണ്. ഏതായാലും ഷൈന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശദമായ ചോദ്യം ചെയ്യൽ, 4 മണിക്കൂറിലധികം നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഷൈന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇതിൽ ഷൈൻ തന്റെ ലഹരി ഇടപാടുകൾ സംബന്ധിയായ കാര്യങ്ങളിൽ കൃത്യമായ വിവരങ്ങൾ പോലീസിന് നൽകിയിരിക്കുന്നു. ഷൈൻ ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. മെത്താഫെറ്റമിനും അതോടൊപ്പം തന്നെ കഞ്ചാവും താൻ ഉപയോഗിച്ചിരുന്നുവെന്ന് പോലീസിനോട് പറഞ്ഞിരിക്കുന്നു. അന്ന് ഈ ഹോട്ടൽ മുറിയിൽ നിന്ന് ചാടി ഓടിയ ദിവസം അന്ന് താൻ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പോലീസിനോട് പറഞ്ഞത്. പക്ഷേ പോലീസ് അത് വിശ്വാസത്തിലെടുക്കുന്നില്ല. കാരണം തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഹോട്ടലിൽ നിന്ന് ഈ രീതിയിൽ ഇറങ്ങി പോലീസിന്റെ കയ്യിൽപ്പെടാതെ ഓടി രക്ഷപ്പെട്ടതെന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. കാരണം അവിടെ ലഹരി ഉപയോഗം നടന്നിരുന്നു എന്നതിന്റെ വ്യക്തമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. അവിടെ വന്നിരുന്ന ലഹരി ഇടപാടുകാരെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു. ഇവരുടെ ഫോൺ കോളുകൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ അവിടെ കൃത്യമായ ലഹരി ഉപയോഗത്തിന് വേണ്ടി തന്നെയാണ് ഷൈൻ ടോം ചാക്കോ എത്തിയതെന്ന് സ്ഥിരീകരിക്കാൻ ആ രീതിയിൽ പോലീസിന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ NDPS ആക്ട് പ്രകാരം 27, 29 ഇതിനുവേണ്ടി പണം മുടക്കുക, അതോടൊപ്പം തന്നെ ആസൂത്രിതമായി സാഹചര്യങ്ങൾ ഒരുക്കുക എന്നീ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുള്ളത്. ഈ കേസുകളുടെ ലഹരി വസ്തുക്കൾ ഉൾപ്പെടാത്തതിനാൽ അതുകൊണ്ട് തന്നെ കേസിലെ ജാമ്യം നൽകാനുള്ള വ്യവസ്ഥയുണ്ട്. ലഹരി വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് വലിയ രീതിയിലുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് മാറുമായിരുന്നു. എന്തായാലും അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെടലാണ് അന്ന് കണ്ട ഓട്ടമെന്നാണ് പോലീസ് പറയുന്നത്. തുടർന്നാണ് പോലീസ് നോട്ടീസ് നൽകി വിളിപ്പിക്കാൻ തയ്യാറായത്. ഒപ്പം മറ്റ് ഇടപാടുകാർക്ക് അടുത്തിടെ ആലപ്പുഴയിൽ അറസ്റ്റിലായ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതിയായ തസ്ലിൻ, അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴയിലെ മറ്റൊരു പ്രതി, ഇവരുമായെല്ലാം തന്നെ ഈ ഷൈന് ബന്ധം സൂക്ഷിച്ചിരുന്നു. അവരെ തനിക്ക് അറിയാമായിരുന്നു. അവരുമായി ലഹരി വസ്തുക്കൾ വാങ്ങിയിട്ടുണ്ട് തുടങ്ങിയ അടക്കമുള്ള കാര്യങ്ങളിൽ ഈ ഷൈൻ മൊഴി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് അവരെ കൂടി ഇതിൽ ചോദ്യം ചെയ്യേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. ഒപ്പം എക്സൈസിനും ഈ കേസുമായി ബന്ധപ്പെട്ട് എക്സൈസ് തസ്ലിന്റെ കേസ് അന്വേഷിക്കുന്നുണ്ട്. ആ കേസിൽ കൂടി ഇവർക്ക് ലിങ്ക് ആകുകയാണ്. അതിൽ നേരത്തെ തന്നെ ശ്രീനാഥ് ബാസിയുടെ അടക്കമുള്ള പേരുകൾ ഉയർന്നു വന്നൊരു കേസാണ്. മറ്റുള്ളവരുമായി ബന്ധമുണ്ടെന്ന് അന്നും തസ്ലിൻ പറഞ്ഞിരുന്നു. ഇപ്പോഴത് ഷൈന്റെ മൊഴി വഴി അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഷൈന്റെ ഫോൺ കോളുകളുടെ വിശദാംശങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളുടെ വിശദാംശങ്ങൾ പോലീസ് എടുത്തിരുന്നു. അതിൽ ലഹരി ഇടപാടുകാരുമായി ഇയാൾക്കുള്ള ബന്ധം തീർത്തും വ്യക്തമാക്കുന്ന രീതിയിലുള്ളതായിരുന്നു ആ ഫോൺ കോളുകളുടെ ലിസ്റ്റുകൾ. ഇയാളുടെ ഗൂഗിൾ പേ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. അതിലും ഇവർക്ക് പണം കൈമാറിയതടക്കമുള്ള വിവരങ്ങൾ ഇതിലുണ്ട്. അങ്ങനെയെല്ലാമാണ് ഈ കേസിലെ അടിസ്ഥാനപരമായ ഒരു തെളിവിലേക്കും അറസ്റ്റിലേക്കും എല്ലാം തന്നെ പോലീസ് നീങ്ങിയത്. അറസ്റ്റിന് ശേഷം എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച വൈദ്യപരിശോധന നടത്തുകയും വിശദമായ രാസലഹരി അടക്കം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന വേണ്ടിയിരുന്നു. ആ പരിശോധനയ്ക്ക് വേണ്ടിയുള്ള സാമ്പിളുകളും ആരോഗ്യവകുപ്പ് ശേഖരിച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാം വിശദാംശങ്ങളുടെ പരിശോധന, വിദഗ്ധമായ പരിശോധന ഫലങ്ങൾ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. ഏതായാലും ഇത്തരം കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം വന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായത്. താൻ ലഹരി ഉപയോഗിക്കുമെന്ന് പറഞ്ഞ ഷൈൻ ടോം ചാക്കോ താൻ ഇതിന്റെ അമിതമായ ലഹരി ഉപയോഗം മൂലം കൂത്താട്ടുകുളത്തെ ഒരു ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് എന്നത് കൂടി പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ഒപ്പം നേരത്തെ നടി വിൻസി അലോഷ്യസ് പറഞ്ഞ പരാതി
വിൻസി അലോഷ്യസ് ഉന്നയിച്ച ചില ആരോപണങ്ങൾ അതിന്റെ ഒരു വ്യക്തത കൂടി പോലീസ് തേടിയിരുന്നു. എന്നാൽ ഈ ആരോപണങ്ങളെ ഷൈൻ ടോം ചാക്കോ നിരാകരിക്കുകയാണ്. ഇതിൽ സെറ്റിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായില്ല, ഇതൊരു ബോധപൂർവം തനിക്കെതിരെയുള്ള ഒരു ഗൂഢാലോചനയാണ് എന്നതടക്കമുള്ള രീതിയിലാണ് ഷൈൻ ടോം ചാക്കോ ഇതിനോട് പ്രതികരിച്ചത്. ഏതായാലും മണിക്കൂറുകൾ നീണ്ടുനിന്ന ഈ ചോദ്യം ചെയ്യൽ, അറസ്റ്റ്, വൈദ്യപരിശോധന, ഒപ്പം തന്നെ സ്റ്റേഷൻ ജാമ്യത്തിനുള്ള നടപടിക്രമങ്ങൾ. സ്റ്റേഷൻ ജാമ്യത്തിനായി ഷൈന്റെ മാതാപിതാക്കളും ഇവിടെ എത്തിയിരുന്നു. അവരും മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നില്ല. വൈകിട്ട് ഏതാണ്ട് 5:30യോടുകൂടിയാണ് ഷൈൻ ടോം ചാക്കോ ഇവിടെ നിന്ന് മടങ്ങിയത്. ഇവിടെ നിന്ന് സുഹൃത്തിന്റെ അഭിഭാഷകന്റെയും കാറിലാണ് അദ്ദേഹം മടങ്ങിയത്. ആരോടും പ്രതികരിക്കാൻ തയ്യാറാകാതെയാണ് ഷൈൻ ടോം ചാക്കോ മടങ്ങിയത്. ഇനി തിങ്കളാഴ്ച വീണ്ടും അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകണം. ഡാനി, അതായത് നിർണായകമായ പല വിവരങ്ങളും പോലീസിന് ഈ ചോദ്യം ചെയ്യലിലൂടെ ലഭിച്ചിട്ടുണ്ട്. ലഹരി എത്തിച്ചു നൽകിയത് സിനിമാ പ്രവർത്തകർ തന്നെയാണെന്ന് ഷൈൻ പറഞ്ഞ സാഹചര്യത്തിൽ ഇനി വരും ദിവസങ്ങളിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന പല ആളുകളും ഈ കേസിൽ പ്രതികളായേക്കാം എന്നതുകൂടിയല്ലേ സാഹചര്യം? ഇതിൽ പലരെയും ചോദ്യം ചെയ്തേക്കാം. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ തെളിവ് ശേഖരണത്തിലേക്ക് അടക്കം നീങ്ങേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ മയക്കുമരുന്ന് കേസെന്നെല്ലാം പറയുമ്പോൾ അതിന്റെ ഒരു ഗുരുതരാവസ്ഥയിലേക്ക് വരുന്നത് ഈ മയക്കുമരുന്നുമായി പിടികൂടുമ്പോൾ തന്നെയാണ്, ലഹരി വസ്തുക്കളുമായി പിടികൂടുമ്പോഴാണ്. ഇപ്പോൾ തന്നെ ഷൈന്റെ കേസിന്റെ കാര്യമെടുത്താലും ഇത് ലഹരി വസ്തുക്കൾ ഉണ്ടായിരുന്നു, അത് നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇയാൾ ഇറങ്ങി ഓടിയതെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് തെളിവ് നശിപ്പിക്കൽ കൂടി ഷൈന്റെ ഒരു കുറ്റമായിട്ട് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒന്നും ഒരു സാന്നിധ്യമില്ലാതെയുള്ള ഒരു ചോദ്യം ചെയ്യലും അടക്കമുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. തികച്ചും മൊഴികളുടെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളാണ് ഇനി നടക്കാനായിട്ട് പോകുന്നത്. അതിന് അവരുടെ ഒരു പ്രതികരണം അടക്കം കാര്യങ്ങൾ വിശദമാകേണ്ടതുണ്ട്. സിനിമാ മേഖലയിൽ നിന്നുള്ള പലരുമാണ് തനിക്ക് ലഹരി എത്തിച്ചു തരുന്നത് എന്ന് പറയുമ്പോൾ അത് പൊതുവിലൊരു സംശയത്തിന്റെ ഒരു മറ എല്ലാവരിലേക്കും തന്നെ വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും ഇതിന് പല ഇടനിലക്കാരുണ്ട്. കഴിഞ്ഞ തവണ മൂവാറ്റുപുഴയിൽ അറസ്റ്റായുള്ള ഒരു അസിസ്റ്റന്റ് ക്യാമറമാൻ ആയിരുന്നു എന്ന് പറയുന്നു സിനിമാ മേഖലയിൽ. അങ്ങനെ ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന പലരും തന്നെ ഇതിന്റെ ഇടനിലക്കാരായി വർത്തിക്കുന്നുണ്ട്. ഒപ്പം സിനിമാ രംഗത്ത് സജീവമായി നിൽക്കുന്ന ആരെങ്കിലും, പ്രത്യേകിച്ച് മറ്റ് അഭിനേതാക്കളോ ആരെങ്കിലും തനിക്ക് പേര് പറഞ്ഞിട്ടില്ല, പലരും തന്നെ ലഹരി മരുന്നുകൾ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, പക്ഷേ പേര് പുറത്തേക്ക് വന്നിട്ടില്ല. അത്തരം കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത തേടും. അതിനാണ് തിങ്കളാഴ്ച കൂടി വരണമെന്ന് ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവരിലേക്ക് കൂടി മൊഴിയെടുക്കൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകും. അതിന്റെ ഒരു വിശദാംശങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും അതിൽ അവരുടെ പേരിലുള്ള അറസ്റ്റോ മറ്റ് കാര്യങ്ങളോ ഈ ലഹരി ഇടപാട് സംബന്ധമായി ഗുരുതര സ്വഭാവത്തിലേക്ക് നീങ്ങുന്ന വകുപ്പുകൾ ചേർക്കാൻ ഏതെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത്തരം നടപടികളിലേക്കെല്ലാം തന്നെ ഉണ്ടാകുക. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ സിനിമാ മേഖലയിലേക്ക് അടക്കം കടന്നു ചെല്ലാൻ കഴിയുന്ന രീതിയിലേക്ക് ഷൈൻ ടോം ചാക്കോയുടെ കേസ് മാറിയിരിക്കുന്നു എന്നതാണ്. വൈകാതെയുള്ള ചോദ്യം ചെയ്യലടക്കം ആ സിനിമാ സെറ്റുകളിലേക്ക് നീണ്ടാലും അതിൽ അത്ഭുതപ്പെടാനില്ല. തീർച്ചയായും ഡാനി പോളാണ് വിശദാംശങ്ങൾ നൽകിയത്.